സഞ്ജു സാംസൺ എന്തൊരു വിധി ഇത്! കാരണം എന്ത് നേടിക്കൊടുത്തിട്ടും എന്ത് ചെയ്തിട്ടും വെറും ഒന്നോ രണ്ടോ മാച്ചിൻ്റെ വിലയിരുത്തൽ അവനെ ടീമിൽ നിന്ന് പുറത്താക്കി. എന്നാൽ കൂടെ കളിക്കുന്ന കളിക്കാരെല്ലാം അതേപോലെ തന്നെ കളിച്ചിട്ട് ആർക്കും ഒന്നും നേടാൻ കഴിഞ്ഞിട്ട് സഞ്ജുവിനെ മാത്രം വേട്ടയാടുന്നു. എന്തുകൊണ്ട്? കാരണം അറിയത്തില്ല. കാരണം സഞ്ജു കേരളീയനായതുകൊണ്ടാണോ? അറിയില്ല. സഞ്ജുവിന് സ്ഥിരതയില്ല എന്ന് പറഞ്ഞു. സ്ഥിരതയുള്ള ആരാണ് ഇപ്പോൾ ടീമിൽ കളിക്കുന്നത് എന്ന് പറയാമോ? നമ്മുടെ ക്യാപ്റ്റൻ തന്നെ ശ്രേയസ് അയ്യർ ഭയങ്കര സ്ഥിരതയാണല്ലോ. പിന്നെ ആർക്കാണ് സ്ഥിരതയുള്ളത്? തിലക് വർമ്മയ്ക്കാ? എൻ്റെ പൊന്നടവേ, തിലക് വർമ്മേനെ കുറിച്ച് പറയാതിരിക്കുക ഭേദം. ഇങ്ങനൊരു വൈസ് ക്യാപ്റ്റൻ പദവി കൊടുത്തുകൊണ്ട് മാത്രം ടീമിലെടുത്ത് ഈ BCCI അത് മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള ബന്ധം കൊണ്ടാണോ ഈ തിലക് വർമ്മയ്ക്ക് ഇങ്ങനെ വൈസ് ക്യാപ്റ്റൻസി കൊടുക്കുന്നത്? എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് സഞ്ജു സാംസണാ കൊടുത്തെങ്കിൽ പുള്ളിയുടെ മനസ്സിലോ ഞാൻ ഇനി ഔട്ടാവില്ലെന്ന് തോന്നല് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ കൂടുതൽ റൺസ് എടുത്തേനെ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുള്ളിക്ക് എന്നും ഡു ഓർ ഡൈ മാച്ചുകളാണ്. ഇഷാൻ കിഷൻ ലോക 1-ാം നമ്പർ 2020 ബാറ്റ്സ്മാനാണ്. പക്ഷേ ഈ കളിച്ച ഒരു 5 കളികളിലോളം കളിച്ചിട്ട് എന്താണ് അവൻ നേടിയത്? ആകെ നേടിയത് 40 ബോളിൽ നിന്ന് 49 റൺസ് നേടിയ ഒരു ടെസ്റ്റ് മാച്ച് പോലെ അവൻ്റെ സ്ഥാനം എങ്ങനെയാണ് നിലനിർത്താൻ വേണ്ടി പുള്ളി ടെസ്റ്റ് കളിച്ച് പുള്ളി ഒരു 50 റൺസ് എടുപ്പിക്കാൻ വേണ്ടി. കാരണം ഒരു 50 റൺസ് എടുത്താലല്ല ഞാൻ കളിക്കുന്നുണ്ട്, ഞാൻ ഫോമിലാണെന്ന് അറിയിക്കാൻ പറ്റുള്ളൂ. എന്താണ് അവൻ കാണിച്ചത്? ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് സഞ്ജുവിനെ മാത്രം എല്ലാവർക്കും സഞ്ജു സഞ്ജു സഞ്ജു. എന്താണ് സഞ്ജു? സഞ്ജു എന്താ വെറും ഒരു കളിപ്പാവ ആയതുകൊണ്ടാണോ സഞ്ജുവിനെ? എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ഗൗതം ഗംഭീർ തന്നെ പറഞ്ഞിട്ടുണ്ട് സഞ്ജുവിൻ്റെ കുറിച്ച്. സഞ്ജു ടീമിൽ നിന്ന് ഔട്ട് ഓഫ് ഫോം ആയതുകൊണ്ടാണ് ടീമിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. അവൻ തിരിച്ചു വരും. അവൻ ചെയ്ത ഇന്ത്യൻ ടീമിൽ ചെയ്ത കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. അവനൊരു നല്ലൊരു ടീമിനെ തന്നെ ഞങ്ങൾ ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ഗൗതം ഗംഭീർ കോച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തോ എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇതിനേക്കാളും ഭേദം കോച്ചായിട്ട് ബാറ്റ്സ്മാനായിട്ട് നമ്മുടെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ സൂര്യകുമാർ യാദവ് ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം ശ്രേയസ് അയ്യർ വെറും പരിതാപകരം എന്ന് തന്നെ പറയാം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതേപോലെ തന്നെ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം കിട്ടിയ ടീമിലെ അംഗങ്ങളെല്ലാവരും കണക്കാണ്. കാരണം ഈ 1 to 7, 8 വരെ നമ്മുടെ ഇടത് കയ്യന്മാരാണ് ബാറ്റ് ചെയ്യണത്. ആകെ എന്ത് ചെയ്യാൻ? ഇടത് കയ്യന്മാരെയും കൊണ്ട് തന്നെ ബാറ്റ് ചെയ്ത് എങ്ങനെ ഇതാവും? ഒരു ഉയർന്ന സ്കോർ നേടണമെങ്കിൽ ഒരു നല്ലൊരു ബാറ്റ്സ്മാൻ വേണം. അതായത് എന്താ പറയുക, ക്ലാസ്സും അതായത് നമ്മുടെ നിന്ന് കളിക്കാൻ പറ്റിയ ഒരു ബാറ്റ്സ്മാൻ. അത് നമ്മുടെ സഞ്ജു സാംസൺ തെളിയിച്ചാണ്. ഇതിന് മുന്നേ നമ്മുടെ വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലിയുടെ ഒരു ശേഷം സഞ്ജു സാംസൺ അല്ലെങ്കിൽ ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനെ വളർത്തിയെടുക്കുന്നതിന് പകരം ഇവരെന്താണ് കാണിക്കുന്നത്? ചുമ്മാ കുറച്ച് ഇടങ്കയ്യന്മാരെ ആരുടെയൊക്കെയോ ഒരു ഇതിൽ കയറ്റിക്കൊണ്ട് വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്താവും ഇന്ത്യൻ ടീമിൻ്റെ അവസ്ഥ എന്നറിയത്തില്ല. വേൾഡ് ചാമ്പ്യന്മാരായി പോയിട്ട് നമ്മുടെ അയർലൻഡിനെതിരെ തകർത്ത് നാറി. പിന്നെ അതേ അടുത്ത് ഇംഗ്ലണ്ടിനെതിരെ ഏകദേശം തീരുമാനമായി. ഇനി അടുത്തത് സിംബാബ്വേക്കെതിരാണ്. സിംബാബ്വേക്കെതിരെ വരെ തോക്കേണ്ട ഗതികേട്ടിലേക്ക് ഇന്ത്യൻ ടീം വരുമോ ഇല്ലയോ എന്നാണ്. കാരണം ഈ ടീമിലെ ഇത് നമ്മൾ കണ്ടിട്ട് നമ്മളെ സെലക്ഷൻ കണ്ടിട്ട് ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം. സഞ്ജു സാംസൺ വേണ്ടി എല്ലാവരും വി വാണ്ട് സഞ്ജു എന്ന് സോഷ്യൽ മീഡിയ അടക്കം മുതിർന്ന താരങ്ങളടക്കം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അവനെ ടീമിലെടുക്കുമെന്ന് അറിയത്തില്ല. കാരണം അടുത്ത കളിയിൽ എന്തായാലും അവൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അല്ലാണ്ട് ഇനി അടുത്ത കളിയിലും കൂടി അവനെ ഇറക്കിയില്ലെങ്കിൽ അതൊരു വലിയൊരു 5 മത്സരങ്ങളുള്ള 2020 ആണ് ഇത് സീരീസ് ആണ് നടക്കുന്നത്. അടുത്ത മത്സരത്തിലും ഇറക്കിയില്ല, പരാജയപ്പെട്ടെങ്കിലും 5th മത്സരത്തിൽ എന്തായാലും അവനെ ഇറക്കിയേ പറ്റൂ. ഇറക്കിയോ ഇല്ലയോ, അവൻ കളിച്ചോ ഇല്ലയോ എന്നല്ല, ഈ പറയും പോലെ ഇറക്കിയിട്ട് കളിക്കാതിരിക്കുകയാണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം. അവനൊരു എന്താ പറയുക, ഒരു സപ്പോർട്ടായിട്ട് നിന്ന് ഒരു കൂടെ നിന്ന് ഒരാളുണ്ടെങ്കിൽ അവൻ കളിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലും വലിയ സംഭവങ്ങളിൽ നിന്നെല്ലാം എണീറ്റ് വന്നവനാണ് സഞ്ജു സാംസൺ. കാരണം ഒരു കണക്കിന് ടീമിൽ നിന്ന് പുറത്ത് സ്വന്തം നാട്ടിൽ വെച്ച് നാണം കെട്ട് പുറത്താകേണ്ട അവസ്ഥയിൽ വന്നു. എല്ലാ രീതിയിലും എന്താ പറയുക, അവൻ ടീമിൽ നിന്ന് പുറത്തായി എന്നൊരു അവസ്ഥയിലാണ്. വേൾഡ് കപ്പിൽ ഇന്ത്യ തോൽവി ഓപ്പണിംഗ് ഒരു തരത്തിലും ഗതി പിടിക്കാത്തൊരവസ്ഥയിലാണ് പിന്നെയും അവനെ ടീമിൽ നിന്നിലേക്ക് എടുത്തത്. അത് അവൻ ഫലപ്രദമായി വിനിയോഗിച്ചെന്ന് പറയാം. അതേപോലെ തന്നെ ഇതിന് മുന്നും അവൻ അങ്ങനെ തന്നെയായിരുന്നു. ഓരോ ആൾക്കാർ വരുമ്പോൾ അത് വിരാട് കോഹ്ലിക്ക് വേണ്ടി, ഗില്ലിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഇവനെ ഒഴിവാക്കി അവസാനം ഇവൻ്റെ സ്ഥാനം ഉറപ്പിച്ചതാണ്. ആ ഉറപ്പിച്ച സ്ഥാനത്തും ഇവനെ പുതിയ ഒരു സൂര്യവംശി എന്നൊരു ആൾ വന്നു. സൂര്യവംശിക്ക് 15 വയസ്സല്ലേ ആ പയ്യനായിട്ടുള്ളൂ. ഇത്ര ചെറുപ്പത്തിലെ ഇന്ത്യൻ ടീമിൻ്റെ 2020 തലഭാരം മൊത്തം ആ പയ്യന് ഇട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവന് അവസരങ്ങൾ കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് 1-2 മത്സരങ്ങൾ കൊടുത്ത് അവസരങ്ങൾ കൊടുത്ത് അവനെ വളർത്തിയെടുക്കുക. അതല്ലേ വേണ്ടത്. അല്ലാണ്ട് എല്ലാ മത്സരങ്ങളിലും അവനെ തന്നെ മുൻനിർത്തി ടീമിലേക്ക് നയിക്കാൻ എവിടെ നമ്മൾ ടീം ജയിക്കും? എനിക്ക് തോന്നുന്നില്ല. കാരണം അഭിഷേക് വർമ്മയും സൂര്യവംശിയും ഒരു നല്ലൊരു ഓഫ് സ്പിന്നർ, നല്ലൊരു ടീം, അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലത്തെ ചിന്തിക്കുന്ന ടീമുകൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. എന്താ പറയുക, ഓപ്പണിങ്ങിൽ തന്നെ 0 ഇവർ നേടും. കാരണം വെച്ചാൽ അതിന് മാത്രം വലിയ ഈ കാര്യങ്ങളൊന്നും
ഇവർ രണ്ടുപേരും വലിയ സംഭവം ഇതല്ല. സൂര്യവംശി വളർന്നു വരികയാണ്. അവന് IPL കളിച്ച പരിചയമേ ഉള്ളൂ. ഇന്റർനാഷണൽ കളി 1, 2 ചെറിയ ഇട്ടിട്ട് കൊടുത്ത് വേണം എടുക്കാൻ. അല്ലാണ്ട് ഒറ്റയടിക്ക് കൊണ്ടുവന്ന് ഇന്ത്യൻ ടീമിന്റെ മുഴുവൻ ഓപ്പണിംഗ് ഭാരവും ആ പയ്യന്റെ തലയിലേക്ക് ഇട്ട് കൊടുത്താൽ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാലോ, അതിന് മാത്രം ചിന്തിക്കാനുള്ള ആയിട്ടില്ല. 15 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പറയും പോലെ ഒരു ഒരു മുതിർന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം പിടിച്ച് നിൽക്കാൻ പറ്റി, നിന്ന് കളിക്കാൻ പറ്റിയ ഒരാൾ, കഴിവ് തെളിയിച്ച ഒരാൾ എന്ന രീതിയിൽ സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷേ അവന് അവസരങ്ങൾ കൊടുക്കണമായിരുന്നു. പക്ഷേ ഈ പറയും പോലെ ഇന്ന് കളിച്ചില്ലെങ്കിൽ നാളെ നീ പുറത്ത് എന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ടീം കളിക്കും, എങ്ങനെ ടീം ജയിക്കും, അല്ല എങ്ങനെ ഒരു ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യും? കാരണം അവൻ്റെ മനസ്സിൽ ദൈവമേ ഇന്ന് ഞാൻ കളിച്ചാലും ഔട്ട്, ഇന്ന് ഞാൻ കളിച്ചില്ലെങ്കിൽ ഔട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ കളിച്ചാൽ എങ്ങനെ ബാറ്റ് ചെയ്യും? അവൻ്റെ ഒരു എന്താ പറയണ, ഒരു മാനസികാവസ്ഥ വേണ്ടി നമ്മൾ നോക്കണ്ടേ. മാനസികമായ സപ്പോർട്ടില്ലാതെ ആർക്ക് എവിടെയാണ് നേടാൻ സാധിക്കുന്നത്? ഈ പറയും പോലെ നമ്മുടെ ശ്രേയസ് അയ്യറിൻ്റെ ക്യാപ്റ്റൻസി പറയുകയാണെങ്കിൽ വളരെ മോശം തന്നെയാണ്. സൂര്യകുമാർ യാദവ് ഇന്നേ വരെ ഇത്രയും ഇങ്ങനെ പരമ്പര പോലും തോറ്റുള്ള അവൻ്റെ ഇതിൽ, പക്ഷേ അവനെ മാറ്റി, അവൻ്റെ ഫോമില്ലായ്മ തന്നെയായിരുന്നു. പക്ഷേ അവൻ തിരിച്ചു വരും. പക്ഷേ ക്യാപ്റ്റൻസി അടക്കം ഇങ്ങനെ ഒരു സൂര്യകുമാർ യാദവിന് കൊടുത്തു. ഇതുവരെ കളിച്ച എല്ലാ കളികളിലും ഒന്നും നേടാൻ സാധിച്ചില്ല. എനിവേ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യൻ ടീം തിരിച്ചു വരും എന്നും സഞ്ജു സാംസനെ ഉൾപ്പെടുത്തേണ്ട ഗതി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അല്ലാണ്ട് നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യ വരും. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സംഭവിച്ച പോലെ തന്നെ സഞ്ജു സാംസനെ വീണ്ടും ടീമിലേക്ക് എടുക്കേണ്ട വരും. ആ ടീമിൽ സഞ്ജു സാംസൺ നല്ല സ്കോർ നേടുകയും ചെയ്യും. പിന്നീട് ഇവരുടെ വായ അടപ്പിക്കും. അങ്ങനെ പോവും വരും എന്നുള്ള രീതിയിൽ തന്നെ സഞ്ജു നിലനിൽക്കും. അങ്ങനെ എല്ലാ മുതിർന്ന താരങ്ങളെല്ലാവരും പറഞ്ഞ് ഇപ്പോൾ പ്രസ്താവനകൾ ഇറക്കി കഴിഞ്ഞു. അങ്ങനെ ടീം അംഗങ്ങൾ അടക്കം നമ്മുടെ മറ്റുള്ളവരുടെ ഇത് നോക്കാതെ സഞ്ജുവിനെ മാത്രം തടയുന്നതിനെക്കുറിച്ച് പരാതികൾ വന്നു തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും. BCCI അല്ലേ ഒക്കെ നടക്കും. തോറ്റുപോയി കഴിഞ്ഞാൽ സപ്പോർട്ടായാലും ആൾക്കാരുടെ വഴിക്കും ഇതും കേൾക്കുമ്പോൾ തന്നെ എല്ലാം നേർവഴിക്കാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.